ഹലോ ചങ്കുകളെ, ഞാനിന്ന് ഫാമിലി ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് ആളെ അവർ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അപ്പം നേരെ ഞങ്ങൾ ചെറായി ബീച്ചിൽ പോകുമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. നേരെ മോനമ്പം ബീച്ചിലേക്ക് വെച്ച് പിടിച്ചു. ഇത് മോനമ്പം ബീച്ചിൽ നിന്നുള്ള കാഴ്ചകളാണിത്. ഇത് നമ്മളുടെ ഹാർബറിലേക്ക് കയറുന്ന അഴിമുഖമാണ്. ശരിക്കും ചീനവലകളും കണ്ടോ, ഭയങ്കര രസമാണ്, ഭയങ്കര വൈബാണ്ട് ഇവിടെ. അത്യാവശ്യം തിരക്കിൽ നിന്നൊക്കെ മാറിയിരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട് മോനമ്പം ബീച്ച്. ഇത് കണ്ടോ, ഒരു ബോട്ട് ഹാർബറിലേക്ക് കയറി പോകുന്നു, ഒരു ബോട്ട് നേരെ അഴിമുഖം വഴി കടലിലേക്ക് പോകണേണ്ട. ഇതിലെയാണ് ബോട്ടുകൾ കടലിലേക്ക് കയറുന്നതും കടലിൽ നിന്ന് ഹാർബറിലേക്ക് വരുന്നതും. അതെ, അമ്മൂസും ലൈലിയും കൂടെ അവിടെ ഇരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യുവാണ്ടോ. അവനെ വിളിക്കണ സീനാണത്. അവനവിടെ ഫുട്ബോൾ കളിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വിളിച്ചാച്ചല്ലോ. അവന് അങ്ങോട്ടൊന്നും പോകണ്ട, അവന് ഫുട്ബോൾ കളിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് പറയണം. രക്ഷയില്ല, വന്നപ്പോൾ തന്നെ ബോളും മേടിച്ചിരിക്കണതാണ്. വന്നപ്പോൾ തന്നെ ബോൾ മേടിപ്പിച്ചു. ആൾക്കൊരു ബോൾ കിട്ടിയാൽ മതി, പിന്നെ ഹാപ്പിയാണ് ആള്. കണ്ട, വീണ്ടും ചൂണ്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ അങ്ങനെ ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നിട്ടാ. ഇതാണ് ബീച്ച് എന്നുള്ള കാഴ്ചകൾ കേട്ടോ. ഭയങ്കര രസമാണത്. അവർക്ക് കുറച്ച് പോപ്കോണൊക്കെ മേടിച്ചിട്ട് ഞാൻ ചെല്ലണേണ്. പുറത്തേക്ക് കൊണ്ടുവന്നല്ലേ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കണ്ടേ. പോപ്കോൺ മേടിച്ചിട്ട് പറ്റിക്കാന്ന് വിചാരിച്ചു. ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര വൈബാണത്. അവന് പോപ്കോൺ വേണ്ട കേട്ടോ. അവനത് വീണ്ടും അവനെ കളിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറയണം. രക്ഷയില്ല. അപ്പോൾ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കിടിലം പ്ലേസ് തന്നെ ഉണ്ടാവും മോനമ്പം ബീച്ച്. അവിടെ കുറച്ച് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റികളൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ ആക്റ്റീവ് ആണെന്ന് അറിയില്ല. ഇത് കണ്ടോ, സന്ധ്യ ആയിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ആ ചീനവലകളിലൊക്കെ ലൈറ്റ് തെളിഞ്ഞപ്പോണ്ടല്ലോ. ഓ, എന്ത് രസം. ചെറായി ബീച്ചിൽ ഈ ഒരു കാഴ്ച നമുക്ക് കിട്ടൂലോ. അത് അപ്പോൾ ഒരു ബോട്ട് നേരെ കടലിലേക്ക്, ഹാർബറിൽ നിന്ന് കടലിലേക്ക് ലൈറ്റൊക്കെ നല്ല രസമാണ്. കണ്ടോ, നമുക്കത് നേരിട്ട് ഇതൊക്കെയുണ്ടാ മോനമ്പം ബീച്ചിലെ കാഴ്ചകൾ. നമ്മളിനി ചെറായി ബീച്ചിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 5-6 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു ഈവനിങ് ടൈം, ഈ ടൈമൊക്കെ ആകുമ്പോൾ വരണോട്ടോ. ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ഈ ഒരു കാഴ്ചകൾ നമുക്ക് കിട്ടും. എല്ലാം അതൊരു പ്രത്യേക രസമുണ്ട്. The wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. അപ്പോൾ മറക്കണ്ട, ഇനി ആരെങ്കിലും ഒക്കെ ചെറായി ബീച്ചിലേക്ക് വരണമെങ്കിൽ മോനമ്പം ബീച്ചും കൂടി ഒന്ന് കണ്ടിട്ട് പോകണ്ട. നല്ലൊരു വൈബ് നിങ്ങൾക്ക് കിട്ടും.